വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ ഒരു മേജർ ടൂർണമെന്റ് നടക്കാൻ പോകുന്നത്. കീപ്പോണ്ടിങ്ങിന് ശേഷം ഓസ്ട്രേലിയ കണ്ട ഒരു പില്ലർ, ഒരു മെയിൻ ബാറ്റ്സ്മാൻ യൂസ് ചെയ്യുന്ന അൺഡൗട്ടഡ്ലി സ്റ്റീവ് സ്മിത്ത് ആണ്. കപ്പടിക്കുന്ന ഞാൻ എപ്പോഴും പറഞ്ഞില്ല, ഫൈനലിൽ കപ്പടിക്കുന്ന ഒരു ടീമാണ് എനിക്കറിയാം. A very warm welcome to latest episode of Xcast. ചാമ്പ്യൻസ് ട്രോഫി തന്നെയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ ഒരു മേജർ ടൂർണമെന്റ് നടക്കാൻ പോകുന്നതാണ്. പക്ഷെ ഇന്ത്യ കളിക്കുന്നത് ദുബായിലാണ്. എനിവേസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പ് സ്റ്റേജ് ക്വാളിഫിക്കേഷൻസ്, ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് സെമിയിലോട്ടുള്ള ക്വാളിഫിക്കേഷൻസ്, പിന്നെ ബെസ്റ്റ് പ്ലെയേഴ്സ് നോക്കാനുള്ളത്, പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനാലിസിസ്, പ്രഡിക്ഷൻസ്, കപ്പ് വിന്നേഴ്സ് ആരായിരിക്കും, ഔട്ട് പെർഫോം ചെയ്യാൻ പോകുന്ന ടീം ആരായിരിക്കും, അണ്ടർ പെർഫോം ചെയ്യാൻ പോകുന്ന ടീം ആരായിരിക്കും, പിന്നെ ഓരോരുത്തരുടെയും വാച്ചബിൾ ചെയ്യേണ്ട പ്ലെയേഴ്സ് ആരായിരിക്കും. സോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ചാമ്പ്യൻസ് ലീഗ് ടൂർണമെന്റിന് മുമ്പുള്ളൊരു അനാലിസിസ് പ്രിവ്യൂ പോലെ. അതിനുശേഷം നോക്കൗട്ട് സീരീസ് വരുമ്പോൾ അതിന്റെ വേറെ ഇടാം. സോ സ്റ്റാർട്ട് ചെയ്യാൻ സൂപ്പർ ചെയ്യുന്നത് ചാമ്പ്യൻസ് ട്രോഫി ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനിലെ മേജർ ടൂർണമെന്റ്, ICC ടൂർണമെന്റ് എത്രയോ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. എന്തായാലും പാകിസ്ഥാനിലെന്ന് മാത്രം പറയാൻ പറ്റില്ല, നമുക്ക് പാകിസ്ഥാൻ പ്ലസ് ദുബായ് എന്ന് പറയേണ്ടി വരും. ഹൈബ്രിഡ് മോഡലാണ് ഈ ചാമ്പ്യൻസ് ട്രോഫി. സെക്യൂരിറ്റി റീസൺസ്. യെസ്, എന്തായാലും നമുക്കറിയാം അത് അങ്ങനെ നടക്കുള്ളൂ എന്നുള്ളത് അറിയാം. ചാമ്പ്യൻസ് ട്രോഫി പറയാനാണെങ്കിൽ ഇന്ത്യയുടെ നമുക്ക് കിട്ടിയേക്കുന്ന ഗ്രൂപ്പ് എയും ബിയും രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചേക്കണം. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ന്യൂസിലൻഡ്, പിന്നെ ബംഗ്ലാദേശ്. അതിലെന്തായാലും ഇന്ത്യക്ക് ഒരു ഈസി വാക്കോർ പോലെ എന്തായാലും ഇന്ത്യക്ക് സെമിയിൽ എത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇന്ത്യക്ക് മേജർ സെറ്റ് ബാക്ക് വന്നിട്ടുണ്ട്. ജസ്പ്രീത് ബുംറ ഞങ്ങളുടെ പ്രീമിയം ബോളർ ഇന്ത്യയുടെ ആണ്, കളിക്കൂല. നമ്മൾ റീപ്ലേസ്മെന്റ് ആയിട്ട് വന്നേക്കണം ഹർഷിത് റാന, സൂപ്പർ സ്റ്റാർ. അതെ, അതിൽ നമുക്കിപ്പോ ബോളിംഗ് ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ മുഹമ്മദ് ഷമിയാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ബോളർ. ബാക്കി ഇപ്പൊ ഹർഷിത് റാനയാണെങ്കിലും സിംഗ് ആണെങ്കിലും ചെറിയ കളിയുടെ ഇത് മാത്രമേ ഉള്ളൂ. ഹർഷിത് സിംഗ് കഴിഞ്ഞ ഇംഗ്ലണ്ടായിട്ടുള്ള സീരീസ് തന്നെയാണ് ODI ഫസ്റ്റ് മാച്ച് കളിക്കുന്നത്. അല്ല, അതാ പറഞ്ഞത്. അപ്പൊ ഗെയിം ടൈം അവർക്ക് വളരെ കുറവാണ് കിട്ടിയേക്കുന്നത്. അത് എങ്ങനെ നമ്മളെ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. കാരണം ഇതിൽ ഹാർദിക് പാണ്ഡ്യ ക്രൂഷ്യൽ റോൾ എന്തായാലും ഇപ്പൊ ഇന്ത്യൻ ബോളിംഗിൽ എന്തായാലും ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം 4-5 സ്പിന്നറിങ് കൂട്ടിട്ടാണ് നമ്മൾ സ്കോഡ് ഡെപ്ത് ഉള്ളത്. അപ്പൊ എന്തായാലും ഫാസ്റ്റ് ബോളിംഗ് തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ എന്തായാലും ഓവേഴ്സ് എറിയേണ്ടി വരും. ഗ്രൂപ്പ് സ്റ്റേജ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. കാരണം ഇന്ത്യയുടെ ഗ്രൂപ്പിൽ എന്തായാലും ഇന്ത്യ ക്വാളിഫൈ ചെയ്യും. അത് 100% നമുക്ക് എല്ലാ നോർമൽ ക്രിക്കറ്റ് ഫാൻസിന് അറിയാവുന്ന ഒരു കാര്യം പോലെയുള്ള കഥയാണ്. നമുക്ക് കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് ചിലപ്പോൾ പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിലായിരിക്കാം. കാരണം പാകിസ്ഥാനിൽ നിന്നാണ് കളി. അവർക്ക് കുറെ കാലത്തിന് ശേഷം അവരുടെ നാട്ടിലൊരു ടൂർണമെന്റ് വരികയാണ്. അവർക്ക് പെർഫോം ചെയ്ത് അവർക്ക് തെളിയിക്കണം എന്നുള്ള ഒരു ഫയർ ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി അവര് എത്രത്തോളം പ്രയത്നിക്കും. നല്ല ടീമാണ്, നല്ല ബാലൻസ്ഡ് ടീമാണ് പാകിസ്ഥാന് കിട്ടിയേക്കുന്നത്. ന്യൂസിലൻഡാണ് അറിയാം, എല്ലാ ടൂർണമെന്റിലും എല്ലാ ICC ടൂർണമെന്റിലും സെമി ഫൈനൽ സ്പോട്ട് വരെ എന്തായാലും ഉണ്ടാവുന്ന ഒരു ടീമാണ്. അപ്പോ അവര് രണ്ടിലും ആരാണ് കേറാന്നുള്ളതാണ് ഇത്. അപ്പുറത്തെ ടീമാണെങ്കിൽ അപ്പുറത്താണ് കുറച്ചും കൂടി കോമ്പറ്റീഷൻ ലെവലായിട്ട് വരുന്നത്. കാരണം ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക, അഫ്ഗാനിസ്ഥാൻ, അതിൽ ആരും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടീമും ഇല്ല. അവിടെ എല്ലാ കളിയും ഈ പറഞ്ഞ പോലെ നോക്കൗട്ട് പോലെ തന്നെ കളിക്കണം. ഒരു കളി തോറ്റു കഴിഞ്ഞാൽ അത് എല്ലാ പിക്ചറെ മാറി പറയുന്ന രീതിയിലാണ് ഉള്ളത്. ഇപ്പോൾ ഓസ്ട്രേലിയൻ സ്കോഡിനെ പറ്റി പറയാനാണെങ്കിൽ, ഡെപ്ത് പറയാനാണെങ്കിൽ അവരുടെ മേജർ സെറ്റ് ബാക്സ് ആണ്. അവരുടെ ഇന്ത്യനെ കുറിച്ച് പറഞ്ഞാൽ ഫുൾ പറയാം. പ്രോബബിലിറ്റി കൂടിയ ടീം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇന്ത്യയാണ്. സോ ഇന്ത്യനോട് സംസാരിക്കുന്നത് പെർസ്പെക്റ്റീവ് അല്ല. പക്ഷേ ഇന്ത്യനെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടത് ഓസ്ട്രേലിയൻ ICC ടൂർണമെന്റ്സിൽ. നമ്മളൊന്നും നമ്മൾ പറയുന്നൊന്നുമില്ല. അല്ല, ഇപ്പൊ ഇവിടെ പറയുന്നില്ല. ഓസ്ട്രേലിയക്ക് മേജർ സെറ്റ് ബാക്ക് കിട്ടിയെന്ന് വെച്ചാൽ അവരുടെ ക്യാപ്റ്റൻ ഇല്ല. മേജർ പ്ലേയേഴ്സ് ആണ് അവരില്ല. ഇപ്പൊ അവർക്ക് ഏറ്റവും കൂടുതലുള്ള പണി എന്താ വെച്ചാല് സീരീസ് തോറ്റിട്ടായിരിക്കും 2-0. അത് നാണംകെട്ട തോൽവിയിലാണ് ഇരിക്കുന്നത്. അതാണ് പറഞ്ഞത്. അപ്പൊ അവരായിട്ട് തോറ്റിട്ട് ഇരിക്കുന്ന ടീമാണ്. അതിന് എങ്ങനെ റീഫോം ചെയ്ത് ICC ആണ് പറയാൻ പറ്റില്ല. ഓസ്ട്രേലിയനെ ഒരിക്കലും നമുക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്ന ടീമല്ല. എന്നാലും
ഇപ്പോൾ ഉള്ള ഏറ്റവും ടീമുകളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അൺബാലൻസ്ഡ് അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ വീക്ക് എന്ന് പറയാൻ പറ്റൂല, നോട്ട് ദി സ്ട്രോങ്സ്റ്റ് ടീം എമംഗ് ദി ടീംസ് എന്ന് പറയാനാണെങ്കിൽ അത് ഓസ്ട്രേലിയ ആയിരിക്കും. അത് എന്റെ അഭിപ്രായം. കാരണം അത് ഒരു കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ ആ ഗ്രൂപ്പിൽ നിന്ന് ആര് ചാടി പുറത്തു വരും എന്നുള്ളത് കണ്ടറിയാം. നല്ല ഫൈറ്റ് നമ്മുടെ എ ഗ്രൂപ്പിനെക്കാട്ടിയും കൂടുതൽ ഈ ഗ്രൂപ്പിൽ വരാൻ സാധ്യത ഉണ്ടെന്നാണ് എന്റെ ഫസ്റ്റ്. എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോ മെന്റാലിറ്റി എന്ന് പറഞ്ഞ ടീം ഒരു പരിപാടിയുണ്ട് ഏതൊരു സ്പോർട്ടിനാണെങ്കിലും. ആ ഒരു സ്പോർട്ടിനകത്ത് എനിക്ക് മെന്റാലിറ്റി വെച്ച് നോക്കുമ്പോൾ ഓസ്ട്രേലിയൻ ടീമിന്റെ മെന്റാലിറ്റി ഫാർ ബെറ്റർ ദാൻ ഇന്ത്യൻ, ഫാർ ബെറ്റർ ദാൻ ഇന്ത്യൻ. ലൈക്ക് ഈവൻ സ്റ്റീവ് സ്മിത്ത് ബാക്കാണ് ക്യാപ്റ്റനായിട്ട്. അയാള് ടീമിൽ കൊണ്ടുവന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാല് ലൈക്ക് അയാൾക്ക് ഒരു ലെഗ് സ്പിന്നറായിട്ട് വന്ന ഒരു പ്ലെയർ അത്ര നല്ല ബാറ്റ്സ്മാനായി മാറുന്നു പറഞ്ഞു. സ്മിത്തിന്റെ സ്റ്റോറിയാണ് ഷെയ്ൻ വാണിന് പകരമായിട്ട് ഓസ്ട്രേലിയ കണ്ട ഒരു സ്പിന്നിങ് റീപ്ലേസ്മെന്റ് ആയിരുന്നു സ്റ്റീവ് സ്മിത്ത്. അതിനുശേഷം പയ്യെ തന്റെ സ്കിൽസ് ഇംപ്രൂവൈസ് ചെയ്ത് ഒരു ബാറ്റ്സ്മാനായി മാറി, ഓൾറൗണ്ടറിൽ നിന്നുള്ള ആസ്പെക്റ്റിൽ നിന്ന് മാറി ലൈക്ക് നോർമൽ ബാറ്റ്സ്മാൻ അല്ല, ആ ടീമിന്റെ മെയിൻ ബാറ്റ്സ്മാനായി മാറി. നമ്പർ 1 പൊസിഷൻ അടിച്ച ബാറ്റ്സ്മാൻ ആണ്. ലൈക്ക് ശേഷം ഓസ്ട്രേലിയ കണ്ട ഒരു പില്ലർ, ഒരു മെയിൻ ബാറ്റ്സ്മാൻ എന്ന് യൂസ് ചെയ്യുന്ന അൺഡൗട്ടഡ്ലി സ്റ്റീവ് സ്മിത്ത് ആണ്. ഇടയില് എല്ലാ ഫോർമാറ്റിലും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അല്ല, അതാ പറഞ്ഞത് ODI ഓഡിഐയിലാണെങ്കിൽ നമുക്ക് അത്ര ടെസ്റ്റ് അല്ല. നമ്പർ 1 ഈ ഡെക്കേഡില അല്ലെ ഈ ന്യൂ ജനറേഷനില നമ്പർ 1 ടെസ്റ്റ് പ്ലെയർ ആരാന്ന് വെച്ചാൽ സ്റ്റീവ് സ്മിത്തും ജോ റൂട്ടിനും തമ്മിലേ നമുക്ക് തർക്കം ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്നത് അപ്പൊ നമ്മുടെ ടീം അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നീ നിന്റെ അനാലിസിസ് കൂടെ മൊത്തം പറഞ്ഞല്ലോ. നീ പറഞ്ഞു അല്ല, നീ ഓസ്ട്രേലിയനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ആയിക്കോട്ടെ. ഓബ്വിയസ്ലി പറഞ്ഞതുപോലെ ഇപ്പോ ഓൺ പേപ്പർ എല്ലാവരും എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയണത് മോസ്റ്റ് വിൻ പ്രോബബിലിറ്റി ചാൻസസ് ഇന്ത്യക്കാണെന്നാണ്. കാരണം ഇന്ത്യയുടെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അപ്പുറത്തെ ഗ്രൂപ്പ് വെച്ച് കമ്പാരിറ്റീവ്ലി ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ആണെങ്കിലും ന്യൂസിലാൻഡ് ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും ഇന്ത്യക്ക് ഒരു വാക്ക് ഓഫ് പോലെ എന്ന് കുറേ പേര് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇന്ത്യ മിസ് ഔട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ അടുത്തും കൂടി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു പ്രസ്സും ന്യൂസിൻ്റെ ഇതും വന്നിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരു പ്രശ്നം ഇന്ത്യയിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ക്ലാഷസും അങ്ങനത്തെ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ മാച്ച് വരെ അതൊന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ എന്നാൽ പോലും ഡ്രസ്സിംഗ് റൂമിൻ്റെ അകത്ത് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. നമുക്ക് പബ്ലിക്കിൽ എല്ലാവർക്കും അറിയാനാണ്. പിന്നെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ ബോളർ ഇല്ല. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബോളറാണ് ഉള്ളത് ജസ്പ്രീത് ബുംറ. ബുംറ ഇല്ലാണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ഒരു മേജർ ടൂർണമെന്റിന് ഇറങ്ങാൻ പോണത് പോലെ അല്ലേ? പകരം വന്നത് ഷമി ആണെങ്കിലും ഈ പറഞ്ഞ ഹർഷിത് റാണി ആണെങ്കിലും ഹർഷദീപ് സിംഗ് ആണെങ്കിലും ഇത് ലൈക്ക് ഗൗതം ഗംഭീറിന്റെ ഒരു സംഭവമാണ് സത്യം പറഞ്ഞ. ഹർഷിത് റാണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും നല്ലൊരു ബോളർ മോസിൻ ഖാൻ, ലെഫ്റ്റ് ഹാൻഡ് സീമറാണ്. മുഹമ്മദ് സിറാജ് ഓക്കെ ഒബിയസ്ലി നല്ലൊരു ബോളറാണ്. ബട്ട് ഐ തിങ്ക് ഒരു ലെഫ്റ്റ് ഹാൻഡ് സീമർ എന്നുള്ള രീതിയിൽ മോസിൻ ഖാൻ ഉഗ്രൻ ഒരു ഓപ്ഷനാണ്. മോസിൻ ഖാനും പറഞ്ഞ തീരെ കളിച്ചിട്ടില്ല. അവന് ഇന്റർനാഷണൽ ഞാൻ പറയാ സിറാജ് ഒരു ഓപ്ഷനാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഞാൻ കഴിഞ്ഞതിലും പറഞ്ഞ അതൊരു ആസ്പെക്ട് ഉണ്ട്. ക്രിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ODI ക്രിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് നേടിയ ബോളർ എടുത്തു കഴിഞ്ഞാൽ സിറാജാണ്. ബുംറയും സ്റ്റാർക്കും കമ്മിൻസ് ഒന്നും ഇല്ല, സിറാജാണ്. അതില് ഓക്കെ ഡെത്ത് ഓവേഴ്സിൽ അത്ര കൺസിസ്റ്റന്റ് അല്ല, എക്കണോമിക്കൽ അല്ല, പക്ഷെ വിക്കറ്റ് മാറ്റേഴ്സ്. അങ്ങനെ അർഷദീപ് ഒരു ODI ഇപ്പോഴല്ലേ ഇറങ്ങാണ്, T20 അത്ര എക്കണോമിക്കൽ അല്ല. അപ്പം ഇപ്പൊ ODIയുടെ ആ ഒരു ആസ്പെക്ട് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തൊരു ബോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് സിറാജാണ്. ബുംറയും ഈ പറഞ്ഞവരല്ല. ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അർഷദീപ് ആയിക്കോട്ടെ, ഹർഷിത് റാണ ആയിക്കോട്ടെ, എന്തിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഷമിക്ക് പോലും ബുംറയെ റീപ്ലേസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഇന്ത്യക്ക് അവിടെ ഒരു മേജർ ആയിട്ടൊരു സ്പേസ്, ഒരു വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടി കിടക്കുന്നുണ്ട്. അതെന്തോരം ഈ പ്ലേയേഴ്സിന് ഫില്ല് ചെയ്യാൻ പറ്റുമെന്നുള്ളത്
കണ്ടറിയണം. ഇപ്പൊ ഒരു ഡെത്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എന്താ ഒരു പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു മാച്ച് വന്നു കഴിഞ്ഞാൽ ഈ ബോളേഴ്സ് നമുക്ക് എന്തോരം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടറിയണം. രോഹിത് ശർമ്മയുടെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് ശർമ്മ ഈ പറഞ്ഞ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സ്പോർട്ടിൽ സ്വയം പഴിയേക്കാണ്ട് ഈ പറഞ്ഞ പോലെ തന്റെ പ്ലേയേഴ്സിനെ പഴി പറയാനായിട്ട് ആ ക്യാപ്റ്റനാണ് വെറുതെ ആവശ്യമില്ലാണ്ട്. ഇപ്പൊ നീ പറഞ്ഞ തന്നെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഹാർദിക് പാണ്ഡ്യനെ എന്തോരം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതും ഒന്നും കൂടി കണ്ടറിയണം. കാരണം ഇത്ര സ്പിന്നേഴ്സ് ആയിട്ട് പോകുമ്പോൾ പോലും എത്ര തോന്നാലും സ്പിന്നേഴ്സിനേക്കാളും കൂടുതൽ ഒരു കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പേസിന് സീമിനായിരിക്കുന്ന എൻ്റെ ഒരു പ്രിഫറൻസ്. 5 സ്പിന്നറിന്റെ ആവശ്യം ഉണ്ടാന്ന് വെച്ചാൽ കാരണം 5 സ്പിന്നേഴ്സ് എന്നല്ല അവൻ മെൻഷൻ ചെയ്തേക്കാം. അവർക്ക് 5 ഓൾറൗണ്ടേഴ്സ് ആണ്, അവർക്ക് ബാറ്റും ബോളും ചെയ്യാൻ പറ്റും. പക്ഷെ 5 പേരും ബാറ്റും ബോളും ചെയ്യോ? എത്ര പേര് ചെയ്യും? ആകെ ഇപ്പൊ കുൽദീപ് യാദവ് ഇപ്പൊ ബാറ്റിംഗിൽ ഒരു മോശം, പക്ഷെ എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല ആ ഈ പറഞ്ഞ മറ്റേ സ്പിന്നേഴ്സ് ഇന്ത്യൻ ടീമിൽ അക്ഷർ പട്ടേൽ എന്ന് പറഞ്ഞ പ്ലെയർ അതുകൊണ്ട് തന്നെ ഇമ്പാക്ട് വളരെ വലുതാണ്. എന്ന് വെച്ചാൽ അവൻ എവിടെ വന്നാലും ലൈക്ക് ഒരു കൊളാപ്സ് ഒന്നും ഇതിനെ കൊണ്ടുവരാൻ പറ്റിയൊരു ബാറ്റ്സ്മാനാണ്. ലൈക്ക് പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഞാൻ കുറെ ക്രിക്കറ്റ് കളിച്ച പ്ലെയറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോ അല്ല ഞാൻ എറണാകുളത്ത് ഡിവിഷൻ എഡീഷനെ കളിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അപ്പൊ ഞാൻ പറയുമ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ ഒരു മാച്ചിൽ വരുമ്പോൾ ലൈക്ക് ഒരു ബോളറിനാണെങ്കിലും ഫീൽഡേഴ്സിനാണെങ്കിലും ഭയങ്കര വലിയൊരു കൺഫ്യൂഷൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ലെവലിലല്ല, നമ്മുടെ ലെവൽസിലൊക്കെ അങ്ങനെയാണ്, ഭയങ്കര വലിയ കൺഫ്യൂഷൻസ് ആണ്. സോ എനിക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ വരുന്നത് ടീമിനകത്ത് വളരെ വലിയ ചേഞ്ച് ഉണ്ടാകും. ബട്ട് അതിനകത്ത് ഞാൻ ഓപ്പണറായിട്ട് ഞാൻ ഒരിക്കലും ജയ്സ്വാളിനെ കൊണ്ടുവരാൻ ഞാൻ ഒരിക്കലും പറയില്ല. എന്ന് വെച്ചാൽ ശുഭ്മാൻ രോഹിത് ഓപ്പണിംഗ് ജയ്സ്വാളിനെ ഡ്രോപ്പ് ചെയ്തത് മറ്റേ ബാക്കപ്പ് റിസർവ് ആക്കി വെച്ചേക്കാണ്. അല്ല ബാക്കപ്പ് ആണ്, കാരണം ജയ്സ്വാളിനെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് വരുൺ ചക്രവർത്തിനെ ടീമിലേക്ക് എടുത്തത്. ഇല്ല ബാക്കപ്പിലേക്ക് ആക്കി ജയ്സ്വാളിനെ മാറ്റി ബാക്കപ്പ് ആക്കി ബാക്കപ്പ് റിസർവ് എന്നുള്ള രീതിയിലേക്ക് ആക്കി. അപ്പോഴും അവിടെ കൊണ്ടുവന്നേക്കുന്ന സ്പിന്നറിനെയാണ്. അപ്പോഴും മുഹമ്മദ് സിറാജിനെ പരിഗണിച്ചിട്ടില്ല. അത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇന്ത്യനെ കുറിച്ച് പറഞ്ഞോട്ടെ, ഇന്ത്യനെ കുറിച്ച് പറഞ്ഞോട്ടെ, ഞാൻ എന്റെ ഓസ്ട്രേലിയനെ കുറിച്ച് ഒന്ന് പറയട്ടെ. ഓസ്ട്രേലിയൻ പ്ലേയിങ് ഇലവൻ എന്തായിരിക്കും എന്നാണ് നീ പ്രതീക്ഷിക്കുന്നത്? ഓസ്ട്രേലിയൻ പ്ലേയിങ് ഇപ്പോ ഒബിയസ്ലി ട്രാവിസ് ഹെഡ് തന്നെ ആയിരിക്കും ഓപ്പണിംഗ്. ട്രാവിസ് ഹെഡും ലഭിഷാനായിരിക്കും ഓപ്പണിംഗ്. അല്ല അല്ല എനിക്ക് തോന്നുന്നു എന്താ മാറ്റി ഇറക്കിക്കൂടെ ഈ പറഞ്ഞ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജയ് ഫേസ് മക്കറക്കർ ആയിരിക്കും. അല്ല വൺ ഡൗൺ എന്തായാലും സ്മിത്ത് തന്നെ ആയിരിക്കും അൺഡൗട്ടഡ്ലി. അങ്ങനെയാണ് ഈ 2 ഡൗൺ ലഭിഷാനായിരിക്കും. പിന്നെ മാക്സ്വെൽ ആയിരിക്കുള്ളൂ. പിന്നെ ആരോൺ വേറൊരു ഓപ്ഷൻ ഞാൻ പറയുന്നത് ജോഷ് ഇംഗ്ലിഷ് ഒരു ഓപ്പണിംഗ് ഓപ്ഷനാണ്. ജോഷ് ഇംഗ്ലീഷ് ആണ്, പക്ഷെ ജോഷ് ഇംഗ്ലീഷ് എനിക്ക് തോന്നുന്നത് മിഡായിരിക്കും. അല്ല ഇതിനകത്തുള്ള പ്രശ്നമൊന്നും പെർഫോമർ ആരും ഈ പറഞ്ഞ പോലെ ആ വക്കിൽ കൊണ്ടുപോയിട്ടാണ് ഇവൻ മാർക്കസ് സ്റ്റോയിനസ് കൊണ്ടുപോയി റിട്ടയർമെന്റ് ടീമിൽ എടുത്തതിന് ശേഷം ഞാൻ റിട്ടയർ ചെയ്യാൻ കമന്റ്സ് ഈ പറഞ്ഞതുപോലെ പേഴ്സണൽ റീസൺ ഇഞ്ചുറി കാരണം ഇല്ല എന്ന് പറഞ്ഞു. സ്റ്റാർക്ക് പേഴ്സണൽ റീസൺ കാരണം ഇല്ല എന്ന് പറഞ്ഞു. ഓസ്ട്രേലിയൻ ടീം എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതിന് എനിക്കൊരു ഡൗട്ട് വന്നു. എനിക്ക് ആക്ച്വലി സ്റ്റാർക്ക് കമന്റ്സിന്റെ ഇഞ്ചുറി അല്ല ഞാനതാണ് ആക്ച്വലി സ്റ്റാർക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ആക്ച്വലി ഡൗട്ടാ. കാരണം ഓസ്ട്രേലിയ ടൂർണമെന്റിനെ എത്ര സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്, ഇത് എത്രത്തോളം ഇതായിട്ട് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം കുറെ പിള്ളേരാ വന്നേക്കണ്, അതിന്റെ കൂടെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഉണ്ട്. ഈ പറഞ്ഞ സ്മിത്ത് ഉണ്ട്, ട്രാവിസ് ഹെഡ് ഉണ്ട്, മാക്സ്വെൽ ഉണ്ട്. പക്ഷെ എന്നാ പോലും അത് ഒരു കൺസേൺ ആണ്. പക്ഷെ എല്ലാത്തിലും ഉപരി അല്ല എല്ലാത്തിലുപരി വേറെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി പറയാനായിട്ട് കുറെ ഒരുപാട് മാച്ചസ് കളിച്ച പ്ലെയർ ആദ്യം സാമ്പിയും ഷോൺ അബൌട്ടാണ്. വേറെ ആരുമില്ല. മെയിൻ 3 ബോളേഴ്സ് ഇല്ല. അല്ല അതാണ് ഇപ്പൊ ഇന്ത്യയുടെ കേസ് പറയുമ്പോൾ നിങ്ങൾക്ക് ബുംറക്ക് റീപ്ലേസ്മെന്റിന്റെ കേസും ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള മാത്രം ഇത് പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ ഓസ്ട്രേലിയ എടുത്തു കഴിഞ്ഞാൽ സ്റ്റാർക്കിന്റെ ഭാഗത്ത് കിടക്കണ്, അല്ല ഇത് കിടക്കണ്, സ്പേസ് കിടക്കണ്, കമ്മിൻസിന്റെ ഇത് കിടക്കണ്, ഹേസൽവുഡിന്റെ ഇത് കിടക്കണ്.
3 സ്റ്റാർ എ പെർഫോമിംഗ് പ്ലേയേഴ്സ് ആണ് ഇല്ലാത്ത. മാർക്കസ് സ്റ്റോയിൻസിന്റെ ഒരു വിടവ് കിടക്കാണ്. സോ ഓബിയസ്ലി സ്റ്റാർട്ടിങ്ങിൽ കളിക്കുന്ന ഒരു 4-5 പ്ലേയേഴ്സ് ഇല്ല ആ ഒരു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതൊന്നും കാരണമാക്കാതെ ഞങ്ങളുടെ ടീമിന്റെ പേര് ഓസ്ട്രേലിയ എന്നാണ്. ICC ടൂർണമെന്റ്സ് വരുമ്പോഴും മേജർ ചാൻസ് വരുമ്പോഴും ഞങ്ങള് മെന്റാലിറ്റി മോൺസ്റ്റേഴ്സ് ആണ്. ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ കളിക്കുകയും ചെയ്യും. വൈ ഓസ്ട്രേലിയ ഈസ് കോൾഡ് ഓസ്ട്രേലിയ എന്നുള്ള അവര് ലേബില് കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പൊ സ്റ്റീവ് സ്മിത്ത് ക്യാപ്റ്റൻ ആണെങ്കിലും മാക്സ്വെല് ക്യാപ്റ്റൻ ആണെങ്കിലും ഞാൻ ഇന്നലെ ഓസ്ട്രേലിയനെ സപ്പോർട്ട് ചെയ്യാൻ കണ്ടത് അവരുടെ പ്ലേയേഴ്സ് നോക്കിയിട്ടൊന്നുമല്ല. ആ ഫ്ലാഗ് കണ്ടിട്ടാ, എംബ്ലം കണ്ടിട്ടാ, കങ്കാരുവിനെ കണ്ടിട്ടാ മതിയാ. അല്ല ഇപ്പോ ക്രിക്കറ്റ് ഫുട്ബോളിംഗ് വൈസ് റയൽ മെഡ്രിഡിന്റെ മെന്റാലിറ്റി അത് ഒരു ക്ലബിനും ഇല്ല. ക്രിക്കറ്റിംഗ് വൈസ് ഓസ്ട്രേലിയയുടെ മെന്റാലിറ്റി അത് ഒരു ടീമിനും ഇല്ല. അത്രേ ഉള്ളൂ. അല്ല മെന്റാലിറ്റി വൈസ് എന്നല്ല, അല്ല പെർഫോം ചെയ്യാൻ പ്ലേയേഴ്സ് ഇല്ലാണ്ടല്ല മെന്റാലിറ്റി. മെന്റാലിറ്റി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. പെർഫോം ചെയ്യണം, സ്കിൽസ് വേണം, അതിനുള്ളൊരു ടീം വേണം. ടീമിന്റെ ഓസ്ട്രേലിയക്ക് അത്ര ഇല്ലാത്ത ടീമൊന്നുമല്ല. ഈ പ്ലേയേഴ്സിനെ വെച്ചാണെങ്കിൽ ഈ പറഞ്ഞ ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. ഈ ടീം വെച്ചാൽ ഞങ്ങൾ പെർഫോം ചെയ്യുകയും ചെയ്യും. ഫൈനലിൽ ഞങ്ങൾ എത്തുകയും ചെയ്യും. കപ്പടിക്കുന്ന ഞാൻ എപ്പോഴും പറഞ്ഞില്ല, ഫൈനലിൽ എത്തുന്ന കപ്പടിക്കുന്ന ഒരു ടീമാണ് എനിക്കറിയാം. കപ്പടിക്കുന്ന ടീമിനെ പറഞ്ഞാൽ ചിലപ്പോ എന്നെ നാട്ടുകാരെ അടിക്കും. കപ്പടിക്കുന്ന ടീമിനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോ നാട്ടുകാരെ അടിക്കും. പാകിസ്ഥാൻ അടിക്കും. നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ള ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇനി നാട്ടുകാരെയും കൂടി ഇഷ്ടപ്പെടുത്താണ്ട് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ. ഇത്തവണ പാകിസ്ഥാന്റെ പടക്കം പൊട്ടു. പാകിസ്ഥാൻ ജയിക്കും. ഞാൻ പറയട്ടെ, ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടീം പാകിസ്ഥാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, വർഷങ്ങളോളം എടുത്തതിന് ഒരു തവണ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യനെ തോപ്പിച്ചിട്ടുള്ളൂ. 1-2 തവണ തോപ്പിച്ചിട്ടുള്ളൂ. പെർഫോമൻസ് ഒക്കെ ഭയങ്കര ശോകമാണ്. ഒന്നും നോക്കണ്ട, ഒന്നും നോക്കണ്ട. ബാലൻസ് ടീം. പക്ഷെ ഇന്ത്യ തോപ്പിക്കാൻ മാത്രം ടീം ഉണ്ടെന്ന് ഇന്ത്യ ജയിക്കണേണെങ്കിൽ എന്റെ ഒരു ഇതില് ഒറ്റ റീസണായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൽ ഇന്ത്യ ജയിക്കുക. വിരാട് കോഹ്ലി കളിച്ചാൽ ഇന്ത്യ ജയിക്കും, അല്ലെങ്കിൽ ഇന്ത്യ പൊട്ടും. കോഹ്ലി മാത്രമല്ല, പക്ഷെ പാകിസ്ഥാനായിട്ട് കളിക്കുമ്പോ കോഹ്ലിക്ക് എവിടെ ഇല്ലാത്തൊരു ഫയർ വരാറുണ്ട്. അത് കോഹ്ലിക്ക് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ പ്ലേയേഴ്സിനും വരാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ വലിയ ടെൻഷൻ ഇല്ല. പറയാൻ പറ്റില്ല. അത് നമ്മളിപ്പോ ഷാഹിദ് അഫ്രീദി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായി, നമുക്ക് ആര് ജയിക്കുന്നുള്ളേ നമുക്ക് പിച്ചിലിറങ്ങിയാൽ കാണാൻ പറ്റും, ബോഡി ലാംഗ്വേജ് അനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതാണ് കറക്റ്റ് പേപ്പറിൽ കളിയൊന്നുമില്ല. ആ പ്രഷർ ആര് ആ മൂവ്മെന്റിൽ ഹാൻഡിൽ ചെയ്യുന്നു ആ ടീം ജയിക്കും. പക്ഷെ എന്തായാലും ആസ് എ ഇന്ത്യ സപ്പോർട്ടേഴ്സ് നമുക്ക് പാകിസ്ഥാനെ തോൽപ്പിക്കുന്ന ഞാനൊരു ഇന്ത്യ ഹേറ്റർ ഒന്നുമില്ല, ഞാൻ ഇന്ത്യക്കാരൻ തന്നെയാണ്. പക്ഷേ ഐ തിങ്ക് പാകിസ്ഥാൻ എന്താണ് ഈ തിങ്ക് ചെയ്യാനുള്ള റീസൺ എന്താണ്? അവരുടെ പിച്ചിൽ പോലും ഇല്ല നമ്മൾ കളിക്കാൻ. ഐ ഹാവ് മൈ ഓൺ റീസൺസ് പറ, 1-2 റീസൺസ് പറ. താല്പര്യമില്ല നിന്റെ അടുത്ത് അവർക്ക് മുൻകൈ ഉണ്ടോന്ന് വെച്ചിട്ടുണ്ട്. ഇന്ത്യനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ ദുബായിൽ മാച്ച് കളിച്ചാണ് പാകിസ്ഥാൻ. അവരുടെ ആ ഒരു സ്റ്റാറ്റ് മാത്രം അവർ ജയിക്കുന്നു പറയാം. Let him speak, let him complete, madam. ആ ഒരു സ്റ്റാറ്റ് വെച്ച് മാത്രം പാകിസ്ഥാൻ ജയിക്കുന്നല്ല. പാകിസ്ഥാൻ വെൽ ബാലൻസ് സ്ക്വാഡാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ബോളേഴ്സിനെയും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ സ്ട്രഗിൾ ചെയ്യണം. ഷൈൻഷാ അഫ്രീദി, അമീർ, മുഹമ്മദ് അമീർ, പുള്ളി വെറുതെ വന്നിട്ട് ഹാരിസ് റൌഫ് ഇഞ്ചറിയാണ്. സ്ക്വാഡിലുണ്ട് ബട്ട് എന്തോ ഇഞ്ചുറി ഉണ്ട്. പ്ലേയേഴ്സ് ഇല്ലാന്നൊന്നും പറയുന്നില്ല. ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. ബട്ട് പ്രഷർ ഇന്ത്യനേക്കാളും പാകിസ്ഥാനിന് ICC ടൂർണമെന്റ്സിന് താങ്ങാനുള്ള ശേഷി ഉണ്ടോ ചോദിച്ചാൽ ഇത്തവണ ഉണ്ട്. ഇത്തവണ പറയാൻ പാടില്ല. ഇത്തവണ ഉണ്ട്. കാരണം വേറൊന്നുമല്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാട്ടിൽ ഒരു കളി നടക്കുമ്പോ അവർക്ക് അത്രയ്ക്ക് ഫയർ ഉണ്ടാവും. പക്ഷെ അവരുടെ നാട്ടിൽ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് പുറത്താണ് നടക്കണം, എന്നാൽ പോലും ഇത്തവണ അവർക്ക് ഇന്ത്യക്കും സപ്പോർട്ടേഴ്സ് അതേപോലെ പാകിസ്ഥാനും ഉണ്ടാവും. അതും ഇല്ലാതൊന്നും പറയാനും പറ്റൂല. അത് നല്ല നല്ല ത്രില്ലിംഗ് മാച്ച് ആയിരിക്കും. ഒരു ഫൈനൽ ഒരു ബോൾ പോലും ഇടാണ്ടിരുന്ന് കാണുന്ന കളിയായിരിക്കും. എനിക്ക് ഇന്ത്യൻ സെറ്റ് ബാക്ക് മേജർ സെറ്റ് ബാക്ക് ആണ് ജസ്പ്രീത് ബുംറ.
അതെ. അയാളില്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ ഒരു 50% ഇല്ലാന്നാണ്. വേൾഡ് കപ്പിൽ തന്നെ നമുക്ക് നോക്കിയാൽ മതിയായിരുന്നു. ആ റിസ്വാൻ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി പുള്ളി ആ മറ്റേ വിൻഡിൽ ഓവേഴ്സിൽ ഒന്ന് റിസ്വാൻ വിക്കറ്റ് എടുത്ത് അങ്ങനെ പോയി. അവിടെ മൊമെന്റം ചേഞ്ച് ആവുകയും ചെയ്യണം അവിടെ. പിന്നെ പാകിസ്ഥാന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ പോയി. അങ്ങനെ ആര് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് ഇവര് ഓപ്പണർ ആരാ? ബാബർ അസം, ഫക്കർ സമാനാണ്. ഫക്കർ സമാൻ ബാബർ അസം, ഫക്കർ സമാൻ ബാബർ അസം. വൺ ഡൗൺ ആയിരിക്കില്ലേ? പിന്നെ ഈ സൗഷക്കിലായി എക്സ്പീരിയൻസ്ഡ് ആണ് എല്ലാം. ഇവന്മാർക്കും ഇതുണ്ട്. സയ്യിം അയ്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാലന്റ് ഉണ്ടായിരുന്നു. സൽമാൻ ആകാം. അവൻ അല്ല ഇവരുടെ ഇപ്പൊ സൽമാൻ ആകെയൊക്കെ നല്ല ഫോമിലായി. നല്ല ഫോമിലാണ്. നീ ഇപ്പൊ പറഞ്ഞ കേസ് ഉണ്ട്. ഓസ്ട്രേലിയ ഇപ്പൊ ശ്രീലങ്കയായിട്ട് 2 മാച്ചസ് തോറ്റ് അങ്ങനെ ഇരിക്കുകയാണ്. ഇന്ത്യ ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഓസ്ട്രേലിയയോടുള്ള അവർ ഇതിന് ശേഷം തോറ്റ് വന്നിരിക്കുകയാണ്. ഇതൊന്നും ഇതാക്കണ്ടെന്ന് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇന്ത്യ ഇംഗ്ലണ്ട് തോൽപ്പിച്ചു. ഇംഗ്ലണ്ട് ഒരിക്കലും ഞാൻ താഴ്ച കിട്ടില്ല. ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ വേൾഡ് ബെസ്റ്റ് ടീം തന്നെ, വൺ ഓഫ് ദി ബെസ്റ്റ് ടീമാണ്. സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക ഇപ്പൊ ഇത്ര കളി തോക്കാണ്ട് വന്നേക്കണായിരുന്നു. ഇപ്പൊ പാകിസ്ഥാനിയുടെ മാച്ച് സൗത്ത് ആഫ്രിക്ക പേപ്പർ മാത്രമേ ഉള്ളൂ. മെന്റാലിറ്റി എന്ന് പറഞ്ഞ സംഭവം അതില്ല. മെന്റാലിറ്റി താങ്ങാൻ പറ്റില്ല. അതാണ് അവർക്ക് കപ്പ് കിട്ടാത്ത മെയിൻ പ്രോബ്ലം. അവരവിടെ പ്രഷർ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. 24 വേൾഡ് കപ്പിൽ നമുക്ക് കണ്ടത് T20 വേൾഡ് കപ്പിൽ 30 ബോൾ 30 റൺസ്. ആ സമയത്ത് പോലും ഒരു പ്രഷർ അപ്ലൈ ചെയ്തപ്പോ അവർക്ക് എന്നാലും നമുക്ക് സൗത്ത് ആഫ്രിക്കനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. നല്ല ടീമാണ്, നല്ല ഡെപ്ത് ഉണ്ട്. നിന്റെ ഈ പറഞ്ഞ പോലെ ടോപ്പ് 4 ആരായിരിക്കും സെമി ഫൈനലിസ്റ്റ്? എന്റെ ഇന്ത്യ, പാകിസ്ഥാൻ, അപ്പുറത്തുനിന്ന് ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക. നിന്റെ ഇന്ത്യയുടെ അപ്പുറത്തുനിന്നാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഇപ്പുറത്തുനിന്ന് ഇന്ത്യ, ന്യൂസിലാൻഡ്. നിന്റെ ഇന്ത്യ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്. പാകിസ്ഥാൻ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്. ശരിക്കുള്ള പെർസ്പെക്റ്റീവില് ശരിക്കുള്ള പെർസ്പെക്റ്റീവില് ഞാൻ പറഞ്ഞ ഇമോഷണൽ അല്ല, ശരിക്കുള്ള പെർസ്പെക്റ്റീവിലാ പറയണേ. ഫൈനല് പാകിസ്ഥാൻ ഓസ്ട്രേലിയ വരും, പാകിസ്ഥാൻ കപ്പടിക്കും. ഓസ്ട്രേലിയ ഫൈനൽ നടക്കൂല എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി അല്ല. കപ്പ് പാകിസ്ഥാൻ അടിക്കും. കപ്പിന്റെ കാര്യം ഞാൻ പറയണില്ല. ഓസ്ട്രേലിയ എന്തായാലും ഒരു മിനിറ്റ്, ഇന്ത്യ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കില്ല എന്ന് പറയാനുള്ള റീസൺ ന്യൂസിലാൻഡ് നോക്കുമ്പോൾ മാച്ചസ് നോക്കുമ്പോ കണ്ടു. ഇന്ത്യ ന്യൂസിലാൻഡോട് നോക്കും, പാകിസ്ഥാനോട് നോക്കും. ഇന്ത്യൻ ബാറ്റ്സ്മാരെല്ലാരും ഔട്ട് ഓഫ് ഫോം ആണ്. ഫോമിലാണ്. ഗില്ല് ODIയിൽ ഞങ്ങളെല്ലാരും തിരിച്ച് ഫോമിലേക്ക് വന്നിട്ടുണ്ട്. കോഹ്ലി ഞാനിത് ജസ്റ്റ് ഒരു 100 പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. പക്ഷെ ധോണി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു 100 അടിച്ച് അടുത്ത മാച്ച് നീ 0 അടിക്കും. അതേപോലെ സഞ്ജു സാംസൺ ഭയങ്കര എക്സാമ്പിൾ. ആദ്യത്തെ കളി സെഞ്ചുറി അടിച്ച് രണ്ടാമത്തെ കളി പിന്നെ ഡൗൺ ആയില്ലേ? അല്ല അത് നമുക്ക് രോഹിത് ശർമ്മയൊന്നും നമുക്കൊന്നും ഈ ഇംഗ്ലണ്ട് ആയിട്ടുള്ള സീരീസ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവരും ഒരു പോസിറ്റീവ്നെസ് തന്നെയാണ് വന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അവർക്ക് ഒരു നമ്മുടെ ഇപ്പോഴത്തെ ടീം എന്ന് പറയുമ്പോൾ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുള്ള ടീമല്ല. രോഹിത് ശർമ്മ പെർഫോം ചെയ്തില്ലെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാൻ അടിയിൽ ആൾക്കാരുണ്ട്. നമുക്ക് അത്യാവശ്യം അത് ആ ഒരു കോൺഫിഡൻസിന്റെ കുറവുണ്ടെങ്കിലും പക്ഷെ നമ്മൾ ഒരാളെ അത് ശരിയാണ് ഞാൻ പറഞ്ഞത്. എന്താ വെച്ചാല് ലൈക്ക് ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ടീമല്ല ഇന്ത്യ. അതിന് മുന്നേക്കെ ചിലപ്പോ ബുംറ എന്നുള്ള അങ്ങനെ ഒരു ഇതുണ്ട്. അതില്ല. നമുക്കിപ്പോ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ 3 സ്പിന്നേഴ്സ് കളിക്കും എന്തായാലും ഇന്ത്യക്ക് വേണ്ടി. ആ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ജഡ്ഡു, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്. മേ ബി കുൽദീപ് യാദവ് ആയിരിക്കണം. ജഡ്ഡു, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്. 2 ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സിനെ കളിപ്പിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സ്. അവർ രണ്ടുപേരും ബാറ്റ്മാൻമാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷർ പട്ടേൽ കുറച്ചൊരു മോളിൽ കളിക്കുന്നുണ്ട് ഇപ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു കൊളാപ്സ് വന്നതിനെ കൊണ്ടുവരാൻ പറ്റിയൊരു പ്ലെയർ ആണ്. 7-8 വരെ അടിപൊളിയായിട്ട് ബാറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ആത്മവിശ്വാസമായിരുന്നു. സ്റ്റാർക്ക് വരെ ബാറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. ഗൗതം ഗംഭീറിന്റെ ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 8th ബാറ്റ്സ്മാൻ
8 ബാറ്റ്സ്മാൻ ഇപ്പൊ ടീമിലുണ്ട്. 8 പേര് ബാറ്റ് ചെയ്യും പ്രോപ്പർ ആയിട്ട്. നമ്മുടെ BGT സ്ക്വാഡിലൊക്കെ നമുക്കൊരു 6 കഴിഞ്ഞാൽ നമുക്ക് ആരുമില്ലായിരുന്നു. ഞങ്ങളുടെ തന്നെ പറയുന്നത് നമ്മള് 2 സൈഡും പറയണല്ലോ, 1 സൈഡ് മാത്രം പറയേണ്ട ആവശ്യമില്ല. അല്ല, അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ ഈ ടൂർണമെന്റ് മൊത്തം വാച്ച് ഔട്ട് ചെയ്യേണ്ട ബാറ്റ്സ്മാൻ, വാച്ച് ഔട്ട് ചെയ്യേണ്ട ബോളർ നിന്റെ. ഞാൻ പറയുകയാണെങ്കിൽ ബാറ്റ്സ്മാൻ. ഓക്കെ, ബോളർ എനിക്ക് ഇന്ത്യൻ ടീമില് അല്ല, ഇന്ത്യൻ ടീമെന്നല്ല ടൂർണമെന്റ് മൊത്തത്തിൽ നിന്റെ ഇഷ്ടം പോലെ നിനക്ക് പറയാം. ടൂർണമെന്റില് ഏതെങ്കിലും സ്പിന്നർ ആയിരിക്കും. ഞാൻ പറയട്ടെ കുൽദീപ് യാദവ്. കുൽദീപ് തിരിച്ച് ഫോമിൽ വന്നിട്ടുണ്ട്. അതിന് നിന്റെ പറഞ്ഞോ ബാറ്റ്സ്മാൻ ആൻഡ് ബോളർ? ഗില്ല് ബാറ്റ്സ്മാൻ. ഓക്കെ, ബോളർ റാഷിദ് ഖാൻ. ഓക്കെ. ശുഭ്മാൻ ഗില്ല്, ആദിൽ റഷീദ്. ഇല്ലെങ്കിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ളത് ഒന്നെങ്കിൽ റാഷിദ് ഖാൻ അല്ലെങ്കിൽ പറഞ്ഞ ആദിൽ റഷീദ് ഒക്കെയാണ്. സ്റ്റാർക്ക് ഒബ്വിയസ്ലി ഇതിലില്ല. ട്രാവിസ് ഹെഡ്, ഷൈൻ അഫ്രീദി. ഷെയ്നഫ്രീദിയുടെ ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ആദിൽ റഷീദ് അല്ലെങ്കിൽ ഷെയ്നഫ്രീദിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറയാൻ ആരും നോക്കിയത്, പിന്നെ പാകിസ്ഥാനിൽ ഒരു സാധനം കൂടാതെ അല്ല, ഇനി നോക്കാം. ഇപ്പൊ ഓരോരുത്തർ പ്രൊഡക്ഷൻസ് ആയിട്ടുണ്ടല്ലോ. ഇന്ത്യ ഇംഗ്ലണ്ട് കളി വന്നപ്പോൾ ഏറ്റവും നല്ല ബോൾ ചെയ്തത് റഷീദാണ്. സോ അതിന്റെ പേരല്ല ഇനി പറഞ്ഞ പോലെ ഗ്രൂപ്പ് സ്റ്റേജ് നോക്കാം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ അടുത്ത പോഡ്കാസ്റ്റ് ആരെ ഇറക്കി ആരെ ഇറക്കിയില്ല എന്നുള്ളത് കണ്ടറിയാം. Let's wind up. അതെല്ലാം കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടാവും നോക്കാം. ബൈ.